നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു ഇലക്ട്രിക് ശ്മശാനം ഉണ്ട് അല്ലേ? 2 വർഷം മുൻപ് ഒരു മൃതശരീരവുമായി അവിടെ പോയ നിനക്ക് അതങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. തൽക്കാലം ഇത്രേ. ബാക്കി വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അറിയിക്കാം. വിളിച്ചു പറഞ്ഞ ദേവികയോട് എന്ത്? അവളുടെ ഒരു ശത്രു പടിയിറങ്ങിപ്പോയ കാര്യം. ചേച്ചി ചുമ്മാ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇവിടെ എന്ത് സംഭവിച്ചാലും ദേവിക്ക് എന്താ? ഞാനത് ഉടനെ ദേവികയോട് പറയുന്നത് എന്തിനാ? നീ അത് കള. ഓ, അത്രയ്ക്കങ്ങ് നിഷ്കളങ്കനാവല്ലേ? ഇവിടുത്തെ അടുക്കളയിൽ ഒരു പാത്രം മറിഞ്ഞു വീണാലും അടുത്ത നിമിഷം നീ ദേവികയെന്ന് പറഞ്ഞ് ഫോൺ എടുത്തോണ്ട് ഓടുന്നതാണല്ലോ. സില്ലുമോൾ ഇവിടുന്ന് പടിയിറങ്ങി പോയ കാര്യം ദേവിക എന്താ അറിയാതിരിക്കുക? അവളെന്താ ആ കാര്യത്തിൽ സന്തോഷിക്കാതിരിക്കുവോ? ഇന്ന് സില്ലുമോള് പോയി, സന്തോഷം. നാളെ ഞാനും പോകും, അവക്ക് ബഹുത്ത് സന്തോഷം. ഇവിടുന്ന് ഓരോരുത്തരായിട്ട് പടിയിറങ്ങി പോയാലല്ലേ അവക്ക് ഇങ്ങോട്ട് പടി കയറി വരാൻ പറ്റൂ. എന്തിനാ ചേച്ചി ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ഓരോന്നിലേക്ക് വലിച്ചടിക്കുന്നത്? എന്താടാ നിനക്ക് പൊള്ളിയോ? അയ്യോ, പൊന്നേനേച്ചി പടിയിറങ്ങി പോയപ്പോഴൊന്നും ആങ്ങളയുടെ മുഖത്ത് ഈ പൊള്ളല് കണ്ടില്ലല്ലോ. എന്റെ ചേച്ചി സില്ലു ഒരാഴ്ചത്തേക്ക് പോയി, അതിന് എന്നെ പഴി പറയുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞു വിട്ടതാണോ? അല്ലെങ്കിൽ തന്നെ ഒരാഴ്ച കഴിയുമ്പോ സില്ലുങ്ങ് വരത്തില്ലേ? കണ്ടറിയാം. അച്ഛൻ വിഷമിക്കണ്ടല്ലോ എന്ന് കരുതിയാ ആ പാവം അങ്ങനെ പറഞ്ഞിട്ട് പോയത്. എനിക്ക് തോന്നുന്നില്ല പറഞ്ഞതുപോലെ ഒരാഴ്ച കഴിയുമ്പോ അവള് വരുവോന്ന്. അല്ല, ദേവികയല്ലാതെ വേറൊരു പെണ്ണുമായിട്ട് നിന്റെ കല്യാണം ഉറപ്പിക്കുന്നതിന്റെ അന്ന് മാത്രമേ ഈ വീടിന്റെ പടി ചവിട്ടൂന്നാ അവൾ എന്നോട് പറഞ്ഞത്.